പ്രതിപക്ഷത്തിന് അത്യാവശ്യം റെസ്റ്റ് എടുക്കാവുന്ന സമയമാണ്. കോൺഗ്രസിൽ തന്നെ നല്ല ശക്തമായ പ്രതിപക്ഷമുള്ളപ്പോൾ എന്തിനു വെറുതെ പണിയെടുത്ത് കഷ്ടപ്പെടണമെന്നാവും ഇപ്പോൾ ഇടതുമുന്നണി ചിന്തിക്കുന്നത്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റപ്പോൾ തൊട്ട് ഒളിഞ്ഞും തെളിഞ്ഞും തുടങ്ങിയ വിമർശനങ്ങൾ ഇപ്പോൾ ഇതാ പ്രത്യക്ഷ പ്രതികരണങ്ങളിലേക്ക് കടക്കുന്നു. CPM-നെ വിമർശിക്കുന്ന അതേപോലെ കോൺഗ്രസ് മുഖങ്ങൾ സതീശന്റെ ശൈലിയെ വിമർശിക്കുന്നു, തീരുമാനങ്ങളെ വിമർശിക്കുന്നു. സർക്കാർ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ലോ കോളേജ് KSU യൂണിറ്റ് ഉന്നയിച്ച ആക്ഷേപങ്ങളാണ് തുടക്കം. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന മുഖ്യമന്ത്രിയാകട്ടെ നിഷ്കരുണം ആ വിമർശനങ്ങളെ പുച്ഛിച്ചു തള്ളിയതോടെ പരിധി വിടുന്നു തർക്കങ്ങൾ. ഇന്ന് ഒരേ വേദിയിലെത്തിയപ്പോൾ KSU പ്രസിഡന്റ് അലോഷ്യസിന് മുഖം നൽകിയില്ല അവരുടെ കൂടി മുഖ്യമന്ത്രി. അതിന് പിന്നാലെ തുറന്നടിച്ച് അലോഷ്യസ് സേവ്യർ രംഗത്തെത്തി. പ്ലീഡർ നിയമനത്തിലെ വീഴ്ചയിൽ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചു KSU സംസ്ഥാന അധ്യക്ഷൻ. തിരുത്താൻ ശ്രമിച്ചത് തെറ്റാണെങ്കിൽ ആ തെറ്റ് ആവർത്തിക്കുമെന്ന് അലോഷ്യസിന്റെ മുന്നറിയിപ്പ്. മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ അത്ര സമുന്നതരായിട്ടുള്ള വലിയ ഔന്നത്യത്തിൽ നിൽക്കുന്ന ആളുകളെ കാണുമ്പോൾ ചിരിക്കുക, പുഞ്ചിരിക്കുക എന്നാണ് ഞാൻ പഠിച്ച രാഷ്ട്രീയം. ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള KSU പ്രവർത്തകരുടെ ചോരയും നീരും വിയർപ്പും ആണ് ഈ UDF സർക്കാർ എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഞങ്ങളെല്ലാം വലിയ രീതിയിലേക്ക് കായികമായി അക്രമം ചെയ്ത ഒരു കൂട്ടത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ആള് ആ ഗവൺമെൻറ് പ്ലീഡർ നിയമനത്തിൽ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ സർക്കാർ അത് തിരുത്താൻ തയ്യാറാകണമെന്ന് ആ സർക്കാരിനെ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് KSU ചെയ്തത്. KSU സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ എൻ്റെ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരുടെ വികാരത്തെ ഉൾക്കൊള്ളുക എന്നതാണ് ഞാൻ പഠിച്ച രാഷ്ട്രീയം. അത് ഈ സർക്കാരിൻ്റെ മുൻപിൽ ചൂണ്ടിക്കാണിച്ചു എന്നത് മാത്രമാണ് KSU സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ ചെയ്തതൊരു തെറ്റ്. അത് തെറ്റാണെന്ന് ഈ സർക്കാരിന് തോന്നുന്നുണ്ടെങ്കിൽ ആ തെറ്റുകൾ ഇനിയും ആവർത്തിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ സർക്കാരിനെ കളങ്കമുണ്ടാക്കണമെന്ന് ഒരു ഘട്ടത്തിൽ പോലും സംസ്ഥാന KSU കമ്മിറ്റിയുടെ അധ്യക്ഷൻ ചിന്തിച്ചിട്ടില്ല. ഒരു രാത്രി ഇരുട്ടി വെളുത്തു എന്നതുകൊണ്ടൊന്നും ലോകാവസാനം സംഭവിക്കുന്നില്ല. ഞാൻ പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്തുണ്ട്. നിരന്തരമായി അദ്ദേഹത്തെ കാണാനുള്ള അവസരം KSU ഉണ്ടാകും. കാരണം V.D. സതീശൻ എൻ്റെ കൂടി നേതാവാണ്. അദ്ദേഹം കണ്ടോ ഇല്ലയോ എന്നതിൻ്റെ മറുപടി ഞാനല്ലല്ലോ പറയേണ്ടത്. KSU-നും മറ്റ് പോഷക സംഘടനകൾക്കെല്ലാം അവരുടെ വിമർശനങ്ങൾ പറയാം. അതിനൊരു അതിർവരമ്പുണ്ട്. ആ അതിർവരമ്പിന്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. കോൺഗ്രസിന്റെ മീഡിയ പാനലിസ്റ്റുകളായി ചാനലുകളിൽ നിറയുന്ന മുഖങ്ങളിൽ നിന്ന് തന്നെയാണ് വിമർശനങ്ങൾ. VR അനൂപിന് പിന്നാലെ ജിൻഡോ ജോണും രംഗത്തെത്തി. ഈ പാർട്ടി അധികാരത്തിലില്ലാത്ത 10 കൊല്ലക്കാലം ഞാനൊരു കോൺഗ്രസ്സുകാരനായിരുന്നു അല്ലെങ്കിൽ UDF-കാരനാണ് എന്നൊക്കെ പറയാൻ ധൈര്യമില്ലാത്ത കുറേ ആളുകൾ അവർ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ സർക്കാരിന്റെ ഭാഗമായിട്ട് അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തുമ്പോൾ അതിനെ ആശങ്കയോടെയാണ് ഞങ്ങൾ കാണുന്നത്. ഇപ്പോൾ കോടതി മുറിയിൽ പോകുന്ന ആളുകൾ മറ്റ് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളായാൽ കോൺഗ്രസിന്റെയും UDF-ന്റെയും രീതികൾ അല്ലെ ആശയങ്ങളായിരിക്കില്ല അവിടെ പ്രതിഫലിപ്പിക്കപ്പെടുക. അതാണ് ഞങ്ങളുടെ ആശങ്ക. പിന്നെ രാഷ്ട്രീയ നിയമനങ്ങളിൽ രാഷ്ട്രീയം തന്നെ മാനദണ്ഡമാകണമെന്നുള്ളതാണ് ഞങ്ങളുടെ ടേക്ക്. പക്ഷെ ഇതിലൊന്നും അഭിപ്രായം പറയേണ്ടവരല്ല, അല്ലെങ്കിൽ തീരുമാനം അങ്ങനെ ആലോചിക്കേണ്ട എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു പ്രശ്നമുണ്ട്. അവരെ റദ്ദ് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചാൽ പിന്നെ അവർക്കൊരു വാലിഡിറ്റി ഇല്ല. അപ്പൊ അവരുടെ ഒരു ക്രെഡിബിലിറ്റി പോലും ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വന്നത് നിരാശാജനകമാണ്, ദൗർഭാഗ്യകരമാണ്. മുഖ്യമന്ത്രിയും KSU-വും തമ്മിലുള്ള വാക്പോരാട്ടത്തിൽ നേതാക്കൾ പക്ഷം പിടിക്കുന്നതും ഇന്ന് കണ്ടു. അഭിപ്രായ പ്രകടനത്തിൽ പരിധി വിടരുതെന്ന് KSU-വിനെ ശാസിക്കുന്നുണ്ടെങ്കിലും DYFI പോലെ ഭരണവിലാസം സംഘടനയല്ല KSU-വും യൂത്ത് കോൺഗ്രസും എന്ന് പറയുന്നിടത്ത് ഒരു മുന്നറിയിപ്പുണ്ട്. SFI പോലെ ഒരു ഭരണവിലാസം സംഘടനകളാക്കി ഞങ്ങളുടെ യുവജന വിദ്യാർത്ഥി സംഘടനകളെ ഞങ്ങൾ ഒരിക്കലും കാണാറില്ല. അപ്പോൾ അവരവരുടെ അഭിപ്രായങ്ങൾ പറയും. അവർക്ക് അതിൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട്. ആ ഒരു സ്വാതന്ത്ര്യം അതിന് പരിമിതികളുണ്ട്. ആ പരിമിതികൾക്ക് അപ്പുറത്ത് സംസാരിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. അതാരായി കഴിയില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ അവരത് പറയാം. അപ്പോൾ ആ ലീഡർഷിപ്പിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡർഷിപ്പ് അത് ഗൗരവമായിട്ട് എടുക്കും, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ പേരിൽ പരിധി വിട്ട അഭിപ്രായ പ്രകടനങ്ങൾ പാടില്ല. അത് വിമർശനങ്ങൾ എപ്പോഴും ക്രിയാത്മകമായിരിക്കണം, സതുദ്ദേശപരമായിരിക്കണം. കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും തന്നെ KSU-വിലൂടെ വന്നവരാണെന്ന് ഓർമ്മിപ്പിച്ചു KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ്. മുഖ്യമന്ത്രി മുതലുള്ള ഇങ്ങോട്ടുള്ള എല്ലാ നേതാക്കന്മാരും കേരള വിദ്യാർത്ഥി യൂണിയനിലൂടെ വന്നവരാണ്. ഒരു നേതാവിനും കേരള വിദ്യാർത്ഥി യൂണിയനെതിരെ പറയാൻ കഴിയില്ല, അങ്ങനെ പറയുമെന്ന് ഞാൻ കരുതുന്നുമില്ല.
മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയും കേരള വിദ്യാർത്ഥി യൂണിയനിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം കേരള വിദ്യാർത്ഥി യൂണിയനെ എതിരായിട്ട് പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ അദ്ദേഹം KSU പ്രസിഡന്റിനെ കാണാത്തതിൻ്റെ കാരണം അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ. അത്ര സുഖകരമല്ല കാര്യങ്ങളെന്ന സൂചനയോടെ എരുതിയിൽ എണ്ണയൊഴിക്കുന്നില്ലെന്ന് മാത്യു കുഴൽനാടൻ. ജനം പ്രതീക്ഷയോടെ തെരഞ്ഞെടുത്ത സർക്കാരിന് ഉത്തരവാദിത്വം പാലിക്കേണ്ട ബാധ്യതയുണ്ട്. ജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി അധികാരത്തിലേറ്റിയ ഒരു സർക്കാരാണ്. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്ന് പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്തം എല്ലാവർക്കും ഉണ്ട്. അത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഐ ആം ലിമിറ്റിംഗ് മൈ കമന്റ്സ്. നോ, പ്ലീസ് നോ കമന്റ്സ് അറ്റ് ദിസ് ടൈം. എരുതിയിൽ എണ്ണ ഒഴിക്കാൻ ഞാനില്ല. പാർട്ടിക്കുള്ളിലെ വിമർശനത്തിന് പിന്നാലെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പരാതിയും വന്നിട്ടുണ്ട്. ജിൻഡോ ജോണിനും VR അനൂപിനുമെതിരെ രാജു P നായരാണ് KPCCക്ക് പരാതി നൽകിയത്. ഇരുവരെയും കോൺഗ്രസ് മീഡിയ പാനലിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ആവശ്യം. എന്തായാലും പരസ്യ വിമർശനങ്ങളെ അങ്ങനെ നിസ്സാരമായി കാണണ്ട. സതീഷിനെതിരെയുള്ള പടയൊരുക്കത്തിന് പാർട്ടിയിലെ തന്നെ നേതാക്കളുടെ മൗനമായ പിന്തുണയുണ്ടോ എന്നതാണ് അറിയേണ്ടത്.